ഏതായിരുന്നാലും ഹദ്ദാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹദ്ദാദ് ചൊല്ലാനുള്ള ഉസ്താദുമാർ വരുമ്പോൾ റൈസ് ഹാൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഹദ്ദാദ് റാത്തി ഞാൻ ഒരു 2-3 ദിവസം മുമ്പേ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് ഒരു ക്വിസ് പ്രോഗ്രാം മോഡൽ നിങ്ങൾക്ക് മുമ്പിൽ വരികയുണ്ടായി. അതിൽ പങ്കെടുത്തവർ ഏതാനും ആളുകളൊക്കെ ഇതിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ശേഷം ഒരുപാട് ആളുകൾ ഫോണിലൂടെയൊക്കെ വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ സംസാരം അതല്ലെങ്കിൽ നമ്മുടെ പ്രഭാഷണം അതല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് നാം ചെയ്യുന്ന ഇബാദത്തുകൾ, നാം അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും, ഹദ്ദാദ് റാത്തി, സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ, അതുപോലെയുള്ള ഓരോ ഇബാദത്തുകൾ നമ്മൾ നിർബന്ധമായതും നമ്മളിൽ സുന്നത്താക്കപ്പെട്ടതുമായ ഒരുപാട് സൽക്കർമ്മങ്ങളെക്കുറിച്ച്, ആ സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രതിഫലം എന്ത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇബാദത്തെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ലൗകത്താണ്. എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക സുഖമാണ്. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതൊരു പ്രവൃത്തിയാണെങ്കിലും ഏതൊരു ഇബാദത്താണെങ്കിലും ആ ഇബാദത്തിന്റെ പ്രതിഫലവും അതിന്റെ മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് ആ ഇബാദത്തിനെ നിർവഹിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേകമായ ഒരു ഇഖ്ലാസ് ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകും. ഓക്കെ ഉസ്താദ്. അപ്പൊ ആയതുകൊണ്ട് നമ്മുടെ ഹദ്ദാദ് റാത്തീബ്, ആ ഹദ്ദാദ് റാത്തീബിന്റെ ഓരോ ദിക്റുകളും എന്ന് പറഞ്ഞാൽ അതിലുള്ള ഓരോ ദിക്റുകളുടെയും മഹാത്മ്യങ്ങൾ, അതിന്റെ മഹത്വങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോവാണ്. ഒരുപക്ഷെ ഒരുപാട് ദിക്റുകൾ ഉണ്ടായതുകൊണ്ട് ഇന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പിന്നീട് ഒരു ദിവസം അതിന്റെ ബാക്കിയായിട്ട് വരും. അതല്ല വേറെ വല്ല പ്രോഗ്രാമുകളും ഉണ്ടെങ്കിൽ ജാഫറുല്ല സമദുബൈദി ഉസ്താദിന്റെ കോപ്പി പേസ്റ്റ് ചെയ്തു. പിന്നെ അപ്പൊ വേറെ വല്ല പ്രോഗ്രാമുകളും ഉണ്ടെങ്കിൽ അങ്ങനെയാവാം. നമ്മൾ ആദ്യമായി കൊണ്ട് തന്നെ ഹദ്ദാദ് റാത്തീബ് നടത്തുന്ന സമയത്ത്, ഹദ്ദാദ് പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അൽ ഫാത്തിഹ എന്ന് പറയും. അല്ലേ? അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് നമ്മൾ ഫാത്തിഹ ഓതുന്നു. ആ ഫാത്തിഹ ഓതുന്ന ആ ഫാത്തിഹ സൂറത്ത്, അത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫാത്തിഹ എന്നോണം നമ്മളിങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതുന്ന സമയത്ത് സാധാരണ ഖുർആനിലുള്ള ഒരു സൂറത്തിനെ നമ്മൾ പാരായണം ചെയ്യുന്നു എന്ന ചിന്ത ഒഴിവാക്കി എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള പ്രതിഫലം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഫാത്തിഹ സൂറത്ത് ഓതാൻ ഒന്നുകൂടി നമുക്ക് എന്ത് കിട്ടും? താല്പര്യമുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ ഫാത്തിഹത്തി നാല ഖൈറൻ കബീറ. വല്ല ഒരുത്തനും സൂറത്തുൽ ഫാത്തിഹയെ ഓതിയാൽ അവനിക്കതുകൊണ്ട് ഒരുപാട് ഖൈറൻ കസീറ എന്നാണ് പറഞ്ഞത്. ഒരുപാട് ഖൈറുകൾ അവനിക്കതുകൊണ്ട് കിട്ടാറുണ്ട്. അപ്പോ ഫാത്തിഹ സൂറത്ത് ഹദ്ദാദ് റാത്തീബ് നമ്മൾ ഓതുന്ന സമയത്ത് ആ ഹദ്ദാദ് റാത്തീബിനെ എതിർക്കുന്നവർ, അതല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവർ, അത് ഓടുന്നത് ശിർക്കാണ് എന്ന് പറയുന്നവർ, അത് ഓടാൻ പാടില്ല എന്ന് പറയുന്നവർ, വീട്ടിൽ അത് പാരായണം ചെയ്യുന്ന സമയത്ത് ഭാര്യയോടും കുട്ടികളോടും ശകാരിക്കുന്നവർ,
അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളിത് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വിഷയം ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതിയാൽ ഒരുപാട് ഖൈർ അതുകൊണ്ട് കിട്ടാനുണ്ട് എന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. അതേപോലെ അതിന്റെ ശേഷം ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചൊല്ലാൻ പോകുന്നത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി എന്ന് പറയുമ്പോൾ വളരെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ആയത്ത് കൂടിയാണ്. ഖുർആനിലെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഏതാനും ചില വചനങ്ങൾ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഖുർആനാണ്, ഖിറാഅത്താണ്. അതിന്റെ ഹദീസുകൾ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിന്റെ മുഴുവൻ ശ്രേഷ്ഠതകളിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. ഏതാനും ചില ശ്രേഷ്ഠതകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ ദിക്റുകളും ഈ ഓതുന്ന ഖുർആനുകളും ഇതിന്റെ മുഴുവൻ ശ്രേഷ്ഠതകളും ഇതിനെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടിയുണ്ട്. ഷഹീൻ, നിങ്ങൾക്ക് മൈക്ക് വേണോ? ഷഹീൻ കേച്ചേരിയും നിങ്ങൾക്ക് മൈക്ക് വേണമെങ്കിൽ ഒന്ന് അനുസരിച്ചാൽ മൈക്ക് തരാം. ഷഹീമിന് മൈക്ക് വേണമെങ്കിൽ ഒന്ന്, ഷഹീം ആരാണെന്ന് അറിയില്ല, ഉസ്താദ്മാരാരെങ്കിലും ആണെന്ന് അറിയില്ല. മൈക്ക് വേണമെങ്കിൽ ഒന്ന് എസ്സടിക്കണം. ഓക്കെ, അദ്ദേഹം എസ്സടിക്കുന്ന കാണുന്നില്ല, തുടരാം അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമ്മൾ ഫാത്തിഹ സൂറത്തിന്റെ ശേഷം നമ്മൾ ഓതാൻ പോകുന്നത് ആയത്തുൽ കുർസിയാണ് അല്ലേ? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയെ കുറിച്ച് നമുക്ക് നോക്കാം. അനബിന് അബ്ദില്ലാഹി അൻ قال رسول الله صلى الله عليه وسلم من قرأ آية الكرسي مرة ശ്രദ്ധിക്കണം. മൻ ഖറഅ ആയത്തുൽ കുർസി മർറ, ഒരൊറ്റ പ്രാവശ്യം ഒരാൾ ഒരു ആയത്തുൽ കുർസിയെ പാരായണം ചെയ്താൽ സറഫല്ലാഹു അൻഹു അൽഫ മക്റൂഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് അവനെ തിരിച്ചു കളയും. 1000 വെറുക്കപ്പെടുന്ന, അവർക്ക് ഇഷ്ടമില്ലാത്ത 1000 കാര്യങ്ങളെ തൊട്ട് അല്ലാഹു അവന് ഒഴിവാക്കും. അത് മിൻ മക്കാരിഹി ദുനിയ, ദുന്യവിയായ മക്കാരിഹിൽ നിന്ന്, ദുന്യവിയായ വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന്. അതേപോലെ അൽഫ മക്റൂഹിൻ മിൻ മക്കാരിഹിൽ ആഖിറ, 1000 വെറുക്കപ്പെടുന്ന 1000 ആഖിറത്തിലെ 1000 വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും അള്ളാഹു അവനെ തിരിച്ചു കളയുമെന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ കാത്തുരക്ഷിക്കുമെന്നർത്ഥം. നമുക്ക് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ നമുക്കുണ്ടാവില്ല. അപ്പോ ആയത്തുൽ കുർസിയുടെ പ്രാധാന്യം. അതേപോലെ മൻ ഖറഅ ആയത്തുൽ കുർസി വ അവ്വലു ഹാമീം, ഹാമീം എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ഗാഫിറ, അതിന്റെ ആദ്യം അത് ഇലൈഹിൽ മസീർ എന്ന് പറയുന്നത് വരെ 3 ആയത്താണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇലൈഹിൽ മസീർ. അതും അതേപോലെ ആയത്തുൽ കുർസിയും ഒരാൾ ഓതിയാൽ ഉസിമ ലാലികൽ യൗം മിൻ കുല്ലി സൂഇൻ, എല്ലാ തെറ്റുകളിൽ നിന്നും അല്ലാഹു അവനെ കാക്കപ്പെടുമെന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ആയത്തുൽ കുർസിയുടെ പ്രാധാന്യം. അതേപോലെ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹാമീം ഇലൈഹിൽ മസീർ, ഇലൈഹിൽ മസീർ എന്നതുവരെ ഹാമീം സൂറത്തിന്റെ ആദ്യമാണത്. അത് ആരെങ്കിലും പാരായണം ചെയ്താൽ ആയത്തുൽ കുർസി, അതേപോലെ ആയത്തുൽ കുർസിയെയും പാരായണം ചെയ്താൽ ഹീന യുസ്ബിഹു, ശ്രദ്ധിക്കണം, ഹീന യുസ്ബിഹു, നേരം പുലരുന്ന സമയത്ത് ആരെങ്കിലും ഒരു ആയത്തുൽ കുർസി ഓതിയാൽ ഹുഫിള ബിഹിമ, ആയത്തുൽ കുർസിയും അതേപോലെ ഹമീം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഗാഫിറിലെ ഫസ്റ്റിലെ 3 ആയത്ത് ഇലൈഹിൽ മസീർ വരെ
അത് രണ്ടും പാരായണം ചെയ്താൽ ഹുഫില ബിഹിമ, ആ രണ്ടും ഓതുന്നതിന്റെ കാരണത്താൽ അവന് അള്ളാഹു കാക്കപ്പെടും, സംരക്ഷിക്കപ്പെടും. ഹത്താ യുംസി, നേരം രാത്രിയാകുന്നില്ല, വൈകുന്നേരമാവുന്നത് വരെ. അതേപോലെ വമൻ ഖറഅഹുമാ ഹീന യുംസി, ഇനി വല്ല ഒരുത്തനും രാത്രിയാണ് ഓതിയതെങ്കിൽ ഹുഫില ബിഹിമാ ഹത്താ യുസ്ബിഹ, രാത്രിയാണ് ഓതുന്നതെങ്കിൽ നേരം പുലരുന്നത് വരെ അള്ളാഹു അവനെ കാക്കും, അള്ളാഹു അവനെ സംരക്ഷിക്കപ്പെടുമെന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല, അതൊക്കെ ഹദീസിന്റെ തെളിവിൽ കൂടെ പറയുന്നതാണ്. അപ്പൊ ഈ ഹദ്ദാദ് റാത്തീബിനെ എതിർക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഈ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് നെക്സ്റ്റ് എന്താണ് നമ്മൾ ഏതാറുള്ളത്? നിങ്ങളില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ? അതോ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക? നെക്സ്റ്റ് ഹദ്ദാദിന്റെ ശേഷം, ഹദ്ദാദില് ആയത്തുൽ കുർസി, ഫാത്തിഹ കഴിഞ്ഞാൽ ആയത്തുൽ കുർസി കഴിഞ്ഞാൽ കൂടെ ഉണ്ട് അല്ലേ? ആയത്തുൽ കുർസി കഴിഞ്ഞാൽ നമ്മൾ ഓടുന്നത് ആമന റസൂല അല്ലേ? അതിനെക്കുറിച്ച് എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്ന് നോക്കാം. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു عقبة بن عمر أن النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മൻ ഖറഅൽ ആയത്തൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ, വല്ല ഒരുത്തനും ബഖറ സൂറത്തിലെ ബഖറ സൂറത്തിലെ ആ അവസാനത്തെ രണ്ട് ആയത്ത്, അതാണ് ആമന റസൂൽ, അത് ആരെങ്കിലും പാരായണം ചെയ്താൽ ഫീ ലൈലത്തിൻ, നമ്മൾ സാധാരണ ഹദ്ദാദ് ഓതാറുള്ളത്, സാധാരണ നമ്മൾ രാത്രിയാണല്ലോ ഹദ്ദാദ് ഓതാറുള്ളത് അല്ലേ? അങ്ങനെ ആരെങ്കിലും രാത്രിയിൽ ഈ ആമന റസൂൽ ഒരു വട്ടം ഓതിയാൽ, ഒരു പ്രാവശ്യം ഓതിയാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കഫതാഹു എന്ന് പറഞ്ഞാൽ അവനിക്ക് അത് മതിയാകും എന്നാണ്. എന്താണ് ഈ അത് മതിയാകും എന്ന് പറഞ്ഞാൽ എന്ത്? ഒരു ആമന റസൂൽ രാത്രി ഓതിയാൽ അത് അവൻക്ക് മതി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന്റെ വിവക്ഷ എന്ത് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മഹുല്ലാഹ് മഹാനവറുകൾ പറയുകയാണ്, സബ്അത്തു അഖ്വാലിൻ ഫീ മഅനാ കഫതാഹു എന്ന ആ ഒരു ആമന റസൂൽ എന്നുള്ളത് ഓതുന്നത് കൊണ്ട് അവനിക്ക് എല്ലാം തികയും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു 7 കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശദീകരണം 7 വിശദീകരണമാണ് അതിനെക്കുറിച്ച് നൽകിയിട്ടുള്ളത്. ഫതഹുൽ ബാരി എന്ന അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ ഗ്രന്ഥത്തിൽ ആ 7 കാര്യങ്ങൾ കൂടി പറയാം. എന്നിട്ട് നമുക്ക് ഇന്ന് നിർത്താം അല്ലേ? ബാക്കി അതിന്റെ അൽക്കാറുകളിലേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ് നോക്കാം, ഇന്ന് സമയം കിട്ടും നോക്കാം. ഹദ്ദാദ് ഓതാനുള്ള ഉസ്താദുമാർ ആരെങ്കിലും വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഒഴിവാക്കും. എന്താണ് പറഞ്ഞത് നോക്കാം. 7 ഖൗലുകൾ. അൽ ഖൗലുൽ അവ്വൽ ബിമഅന അജ്സഅതാഹു, ബിമഅന അജ്സഅതാഹു എന്ന് പറഞ്ഞാൽ, അജ്സഅതാഹു എന്ന് പറഞ്ഞാൽ അവൻക്കത് മതിയാകും എന്ന അർത്ഥത്തിലാണ്. എന്തിനെ തൊട്ട്? അൻ ഖിയാമുൽ ലൈലി, രാത്രിയിൽ നിർത്തി നിസ്കരിക്കുന്നതിനെ തൊട്ട് അവൻക്കൊരു ആമന റസൂൽ മതി എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു എങ്ങനെയാണത്
ഫലൗ അന്നഹു ഖറഅഹുമാ, അവൻ ആമന റസൂൽ ഓതിയാൽ ഖബല നൗമിഹി, അവൻ ഉറങ്ങുന്നതിന്റെ മുമ്പായിട്ട് ഒരു പ്രാവശ്യം ആമന റസൂൽ ഓതിയാൽ വലം യസ്തതിഅ തിൽക്കൽ ലൈലത, വലം യസ്തതിഅ തിൽക്കൽ ലൈലത, ആ രാത്രിയിൽ അവർക്ക് കഴിഞ്ഞില്ല. എന്തിന്? യഖൂമൽ ലൈല, അവർക്ക് രാത്രി എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അറിയാതെ ഉറക്കത്തിൽ പെട്ടുപോയി. എന്നാൽ അപ്പോ അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആമന റസൂലിന്റെ ആ പ്രതിഫലം ഇവൻ നിസ്കരിച്ചവനായിട്ട് കൂട്ടപ്പെടും. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് മഹാരഥന്മാരായ ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ നമുക്ക് നൽകുന്ന ആ വിശദീകരണം ഒന്ന് നോക്കണം. നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരാൾ ശ്രദ്ധിക്കണം, ഒരാൾ ഒരു ആമന റസൂൽ, എന്നിട്ടാണ് ഈ ആമന റസൂൽ ഓടുന്നതിനെയും ഈ ഹദ്ദാദ് പാരായണം നടത്തുന്നതിനൊക്കെ ഇവരിങ്ങനെ പച്ചയായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വിശദീകരണങ്ങളൊക്കെ ഉണ്ടായത് ഈ ഹദീസുകളുടെ തെളിവിൽ, ഹദീസുകളുടെയൊക്കെ പിൻബലത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കെ പിന്നെ എന്തിന് ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ എന്തിനതിനെ എതിർക്കാൻ നിൽക്കുന്നു? ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നുള്ളത് അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അവർക്കത് ചെയ്യാതിരുന്നാൽ പോലെ. ഈ ചെയ്യുന്നവരെന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്. ഏതായിരുന്നാലും ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നില്ല. അപ്പോ എന്താണ് ഒന്നാമത്തെ കൗൽ? എന്താ പറയുന്നത്? രാത്രി ദിവസം എണീറ്റ് നിസ്കരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്. ഒരു ദിവസം അദ്ദേഹം വല്ലാത്ത ക്ഷീണിതനാണ്, അവർക്ക് രാത്രി ഉറക്കിൽ നിന്ന് എണീക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ നിസ്കാരം അങ്ങ് മുടങ്ങി. പക്ഷേ അവൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരുന്നു? ആമന റസൂൽ, ആ ആമന റസൂൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് അത് പാരായണം ചെയ്തിട്ടാണ് അവൻ കിടന്നുറങ്ങിയതെങ്കിൽ അവനിക്ക് സ്വർഗമുണ്ട്. അല്ലേ? അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല നിങ്ങളോട്, തഹജ്ജുദ് നിസ്കരിച്ചവന്റെ പ്രതിഫലം എന്താണ്? 4 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവർക്ക് ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ അന്ന് പറഞ്ഞല്ലോ. അതില് ഒരു കാര്യമാണെങ്കിൽ ആമന റസൂൽ ഓതിയിട്ട് കടക്കുകയും അവനെ എണീക്കാൻ കഴിയാതെ ആവുകയും ചെയ്താൽ അവന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലം ഈ ആമന റസൂൽ കൊണ്ട് അവർക്ക് ലഭിക്കും. ഖൗലുസ്ഥാനി, രണ്ടാമത്തെ ഖൗൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ ഖൗൽ എന്താ നോക്കാം. അന്നഹുമാ, ഈ 2 ആയത്ത് കഫതാഹു മിൻ ഖിറാഅത്തിൽ ഖുർആനിൽ മുത്ലഖാ, അവൻ ഖുർആൻ ഓതിയതിന്റെ മുത്ലഖായ നിലയ്ക്ക്, അതായത് അവൻ ഖുർആൻ പാരായണം ചെയ്തതിന്റെ ഒരു ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതിന്റെ പ്രതിഫലം അവർക്ക് അതുകൊണ്ട് ലഭ്യമാണ്. അവൻ ആമന റസൂലിനെ ഓതിയാലും ശരി, എവിടെ? ഫീ സ്വലാത്തിൻ ഔ ഫീ ഗൈരി സ്വലാത്തിൻ, അത് നിസ്കാരത്തിലാവട്ടെ, ചിലപ്പോൾ ഇശാ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന ഖിറാഅത്ത്, അതിലാണ് അവൻ ആമന റസൂൽ ഓതിയെങ്കിലും ഈ പ്രതിഫലം അവനക്ക് ലഭ്യമാകും എന്ന്. ഇനി ഖൗലുസ്സാലിസ്, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും വരുന്നില്ല. ഖൗലുസ്സാലിസ്, മൂന്നാമത്തെ ഖൗല്, അന്നഹുമാ, ആ ആയത് അന്നഹുമാ എന്ന് പറയുമ്പോൾ അത് 2 എന്ന് പറഞ്ഞാൽ 2 ആയത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്നഹുമാ കഫതാഹു ഫീമാ യതഅല്ലഖു ബിൽ ഇഅ്തിഖാദി. ഈ മൂന്നാമത്തെ വിഷയം നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവിടെ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന്നഹുമാ കഫതാഹു ഫീമാ യതഅല്ലഖു ബിൽ ഇഅ്തിഖാദി, അവന്റെ ഇഅ്തിഖാദ്, അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ആമന റസൂൽ മതിയാകും എന്ന് പറഞ്ഞാൽ, ഈ ആമന റസൂൽ ഓതിൽ കൊണ്ട് അവന്റെ ഇഅ്തിഖാദ് പൂർണ്ണമാകും എന്നർത്ഥം, വിശ്വാസം. അങ്ങനെ ഫുല്ലുൽ അഖീദത്ത്, ഫുല്ലുൽ അഖീദത്ത്,
മൗജൂദൻ മൗജൂദൻ വമുതളമ്മിനത്തുൻ ഫീ ഹാതൈനിൽ ആയതൈനി. ഈ അഖീദ, ഈ വിശ്വാസം എന്ന് പറയുന്നത് ഈ രണ്ട് ആയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എങ്ങനെ? ലഅന്നഹുമാ ഇസ്തമലതാ അലാ ഉമൂരിൽ ഈമാൻ. അത് ഈമാൻ കാര്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അത് ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് ആയത്ത്. വഅമാലിഹി, വിശ്വാസപരമായ പ്രവർത്തനങ്ങളിലും, വഉസൂലിഹി, ഈമാനിന്റെ അസ്ലിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ 6 ഈമാൻ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജമീഅൻ, മുഴുവനായി എന്ന് വെച്ചാൽ വഹിയ, അത് അൽ ഈമാൻ ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ എന്നുള്ളതാണ്. അത് ഈ ആമന റസൂൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വഹാദിഹിൽ ഖൗലു ഹുവ മാ ദക്കറൽ മുസന്നിഫു അന്നഹുൽ മഖ്സൂദു ലിദിക്രിഹാ ആയതൈൻ. മുസന്നിഫ് ഇവിടെ പറഞ്ഞത് ഈ അഖീദയിലുള്ള ഈ വിശ്വാസം, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ രണ്ട് ആയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആയതുകൊണ്ട് അപ്പൊ ഇഅ്തിഖാദിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഈ ആമന റസൂൽ എന്നുള്ളത് ഓതിയാൽ മതി. ഇനി അൽ മുജ്മലി ലൽ മുഫ്സൽ എന്ന് പറഞ്ഞാൽ, അതായത് മുജ്മലായിട്ട് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ലൽ മുഫ്സൽ, ഓരോ വിഷയങ്ങൾ എടുത്തു പറഞ്ഞതല്ല, ഓരോ വിഷയങ്ങളെ വേറെ വേറെയല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് മുഴുവൻ ഈമാൻ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിനെ കൊണ്ട്, അവന്റെ മലക്കുകളെ കൊണ്ട്, അവന്റെ റസൂലിനെ കുതുബിനെ കൊണ്ട്, റസൂലിനെ കൊണ്ട്, യൗമുൽ ആഖിറിനെ കൊണ്ട്, അങ്ങനെ എല്ലാ വിഷയങ്ങളും അവന്റെ ഖദറിനെ കൊണ്ടുള്ള കാര്യങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണത്? അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ. അപ്പോ ആ വിഷയം മൂന്നാമത്തെ ഖൗല് പറഞ്ഞത് ഇഅ്തിഖാദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആമന റസൂൽ ഓതൽ കൊണ്ടുള്ള കാര്യം. കഫതാഹു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ വിശദീകരണത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി അൽ ഖൗലു റാബി, ശ്രദ്ധിക്കുക. അൽ ഖൗലു റാബി, നാലാമത്തെ ഖൗല്, അന്നഹുമ, ഇത് രണ്ടും കഫതാഹു മിൻ കുല്ലി ശർരിൻ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കഫതാഹു മിൻ കുല്ലി ശർരിൻ, എല്ലാ ശർറുകളിൽ നിന്നും ഇവനിക്കിത് മതിയാകും ഈ ആമന റസൂൽ ഓതൽ കൊണ്ട്. ഫലോ ഖറാഫീ ലൈലത്തിഹി, ഇനി അവന്റെ രാത്രിയിലാണ് അവനത് ഓതിയതെങ്കിൽ ഹാതൈനിൽ ആയതൈൻ, ഈ രണ്ട് ആയത്തുകളെ രാത്രിയാണ് അവൻ ഓതുന്നതെങ്കിൽ ലകഫതാഹു മിൻ കുല്ലി ശർർ, അവന്റെ എല്ലാ ശർറിനെ തൊട്ടും അവനെ കാക്കാൻ അവനക്ക് ഈ ആമന റസൂൽ കൊണ്ട് മതിയാകും. ഒരു ശർറും അവന്റെ രാത്രി ഉണ്ടാവില്ല. വയനാമു ലൈലത്ത്, എന്താണ് ആ വാക്കുകളെ നോക്കണം. വയനാമു ലൈലതഹു തിൽക, ലൈലതഹു തിൽക ആമിനൻ മുത്മഇന്നൻ ബിഇذനില്ലാഹ്. ആ രാത്രിയിൽ അവൻ ആ ഓടിയ ലൈലത്തുൽ ആമന റസൂൽ ഓടിയ ആ ദിവസം, ആ രാത്രിയിൽ അവനക്ക് സുഖമായിട്ട് നിർഭയത്തോടുകൂടെ ഒരു പേരും വരില്ലാതെ അവനക്ക് കടന്നിറങ്ങാം. പിന്നെ എന്തിനാ ഈ രാത്രി ഹദ്ദാദ് ഓടുന്നതിനെ ഇവരെ എതിർക്കാൻ നിൽക്കുന്നത്? ഞാൻ പറയട്ടെ, ഹദ്ദാദ് ഓടുക എന്നുള്ളത് ആമന റസൂല് ആയത്തിൽ കുറിച്ച് എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റുകളെ, ഹദീസിൽ വാരിതായി വന്ന ദിക്റുകളെ ക്രോഡീകരിച്ചിട്ടുള്ളതാണ് ഈ ഹദ്ദാദ് രാത്രി. അത് ചൊല്ലുമ്പോഴല്ലേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചൊല്ലുന്നത്? അപ്പോഴല്ലേ നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാവൽ ലഭ്യമാവുന്നത്. എന്നിട്ട് അതിനെ എതിർക്കാൻ വേറൊരു വിഭാഗവും. ഈ അൽ ഖൗലുൽ ഖാമിസ്, അഞ്ചാമത്തത്, വഹുവ അഖസ്സു മിമ്മാ ഖബ്ലഹു, ഈ അഞ്ചാമത്തെ ഖൗല് എന്നുള്ളത് മുമ്പ് പറഞ്ഞതിനേക്കാളൊക്കെ അഹസ്സായ ഖൗലാണ്, ഖാസായ ഖൗലാണ്, പ്രാധാന്യം നൽകുന്ന ഖൗലാണ്. എന്താണ് പറഞ്ഞത്? അന്നഹു ബിമാന, നിശ്ചയമായിട്ടും അതിന്റെ മാന കഫതാഹു, കഫതാഹു എന്നതിന്റെ മാന കഫതാഹു ശർറ ശയാത്തീൻ,
ശൈത്താന്റെ ഷെറുകളിൽ നിന്ന് അവർക്ക് ഈ ആമന റസൂൽ മതിയാകും എന്ന് പറഞ്ഞാൽ ശൈത്താന്റെ ഷെറിനെ തൊട്ടൊക്കെ കാവലുണ്ടാവും ആമന റസൂൽ ഓതിയാൽ. പമൻ ഖറഅഹുമാ, അതിനെ ഓതിയാൽ, ഈ ആയത്തുകളെ ഓതിയാൽ, ആമന റസൂലിനെ ഓതിയാൽ ഫഖദ് കഫാ ശർറ ശൈത്താനിൽ ലഈൻ. അല്ലാഹു ശൈത്താന്റെ ഷെറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശൈത്താന്റെ ഷെറിൽ നിന്ന് നമ്മളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫഖദ് കഫാ ശർറ ശൈത്താനിൽ ലഈൻ. ലഈനായ ശൈത്താന്റെ ഷെറിൽ നിന്ന് അല്ലാഹു അവനെ കാത്തുരക്ഷിക്കും ഈ ആമന റസൂൽ ഓതിയാൽ. ഇനി അൽ ഖൗലു സാദിസു, ആറാമത്തെ ഖൗല്, ഇന്നഹുമ, നിശ്ചയമായിട്ടും ആമന റസൂൽ, ആ രണ്ട് ആയത്ത്, ബഖറ സൂറത്തിലെ രണ്ട് ആയത്ത്, അവസാനത്തെ രണ്ട് ആയത്ത്, കഫതാഹു ശർറൽ ജിന്നി വൽ ഇൻസി, ജിന്നിന്റെയും ഇൻസിന്റെയും ഷെറിൽ നിന്ന് അവനെ കാക്കാൻ ഈ രണ്ട് ആയത്ത് അവർക്ക് മതിയാകും. അന്നഹുമ കഫതാഹു ശർറൽ ജിന്നി വൽ ഇൻസി. ഇനി അൽ ഖൗലു സാബിർ, ഏഴാമത്തത്, ബിമഅന അന്നഹുമ തുഗ്നിയാനിഹി അൻ തലബിൽ അജ്രി ഫീമാ സിവാഹുമാ فينال بقراءة هاتين الآيتين من ثواب والأجر ما يعنيه عن طلب الأجر والثواب فيما سواهما. അന്നഹുമാ കഫതാഹു, കേട്ടില്ലേ? ബിമഅന, ഇത് അന്നഹുമ, നിശ്ചയമായിട്ടും ഈ രണ്ട് ആയത്തുകളും തുഗ്നിയാനിഹി, അവനിക്കത് മതിയാകും, അൻ തലബിൽ അജ്രി ഫീമാ സിവാഹുമാ, ഈ രണ്ട് ആയത്ത് അല്ലാത്ത കാര്യങ്ങളുടെ പ്രതിഫലത്തിന് ഇവനിക്കിത് മതിയാകും എന്ന് പറഞ്ഞാൽ ഖുർആൻ, പരിപൂർണമായ ഖുർആൻ പാരായണം ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? അതേപോലെ തന്നെ മുത്തലക്കായ നിലയിൽ ഖുർആൻ എഴുതുന്നതിന്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഈ രണ്ട് ആയത്ത് ഓതിയാൽ ഇതിന്റെ പ്രതിഫലം മാത്രമേ കിട്ടുള്ളൂ എന്ന് ആഗ്രഹിച്ചിട്ടല്ലെങ്കിൽ അത് മാത്രമല്ല, അത് മുഴുവനും അവരെത്തിക്കും. ഫയുനാലു ഖിറാഅത്ത് ഹാതൈനിൽ ആയതൈനി മിൻ സവാബി വൽ അജ്ർ. അപ്പോ ഇവരുദ്ദേശിക്കുന്ന, അതായത് ആ ഖുർആനിലെ മറ്റുള്ള അജ്റുകളെല്ലാം, മറ്റുള്ള ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഓതി ആ പ്രതിഫലം ഈ വെറും രണ്ട് ആയത്തുകളെ ഓതൽ കൊണ്ട് അവൻ എത്തിക്കപ്പെടും എന്ന്. ഇവിടെ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ തലാഖത്തുൽ അഖ്വാൽ, ഈ അവസാനം പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ, അതേതൊക്കെ? അർ-റാബിഉൽ ഖാമിസ് വസ്സാദിസു, മൂന്ന്, അതായത് 4, 5, 6, ഈ മൂന്ന് കാര്യങ്ങൾ മുത്തഖാരിബത്തുൻ, അത് യോജിച്ചു വരുന്നതാണ്. കാരണം എന്താണ്? അതായത് കഫതാഹു ശർറ കുല്ലി ശൈഇൻ എന്ന് പറഞ്ഞല്ലോ, എല്ലാ ശർറുകളെ തൊട്ടും അല്ലാഹു അവനെ കാക്കും ഈ ആമന റസൂൽ കൊണ്ട് എന്ന് അവനെ പറഞ്ഞതിന്റെ മാന ശർറ ശൈത്താൻ, ഈ മൂന്ന് കാര്യത്തിൽ അതാണ് പറഞ്ഞത്. ശർറ ശൈത്താൻ വ ശർറുൽ ജിന്നി വൽ ഇൻസ് فأمكن أن تجعلهما 5 أقوال എന്ന് പറഞ്ഞാൽ ഇവിടെ 7 ഖൗല് പറയേണ്ട ആവശ്യമില്ല. ശരിക്ക് 5 ഖൗല് പറഞ്ഞാൽ മതി. കാരണം 4, 5, 6 ഈ 3 കാര്യങ്ങളും ഒന്ന് തന്നെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആമന റസൂൽ ഓതൽ കൊണ്ട് എല്ലാ ശർറിൽ നിന്നും ഇതിന്റെ ആകത്തുക, ഞാൻ ഇതിന്റെ അറബി ഇങ്ങനെ വായിച്ചർത്ഥമൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ എന്റെ പിടുത്തം കിട്ടിക്കാറുന്നില്ല. അപ്പൊ ഈ ആമന റസൂലു എന്നുള്ള ബഖറ സൂറത്തിലെ അവസാനത്തെ 2 ആയത്ത്, അത് ഓതൽ കൊണ്ട് നമ്മെ അല്ലാഹു എല്ലാ ശർറിൽ നിന്നും, ശൈത്താന്റെ ശർറ്, ഇൻസിന്റെ മനുഷ്യരുടെ ശർറ്, അതേപോലെ ജിന്നിന്റെ ശർറിൽ നിന്നൊക്കെ അല്ലാഹു കാക്കാൻ ഈ ആമന റസൂല് കൊണ്ട് ആമന റസൂല് കൊണ്ട് കഴിയും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ആമന റസൂല് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രവേശിക്കുന്നത് ഹദ്ദാദ് റാബീദിലെ ദിക്റുകളിലേക്കാണ് അല്ലേ? അതിന്റെ ഓരോ ദിക്റിനും മഹത്വങ്ങളുണ്ട്.
നോക്കുക. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻഹുവിനെ തൊട്ട് റിവായത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മുടെ ഹദ്ദാദ് റാത്തീബിലെ ആദ്യത്തെ ദിക്ർ. മൻ ഖാലഹ അശറ മർറാത്തിൻ ഹീന യുസ്ബിഹു, വല്ല ഒരുത്തനും ഈ ദിക്റിനെ 10 പ്രാവശ്യം പറഞ്ഞാൽ ഹീന യുസ്ബിഹ്, നേരം പുലർച്ചയാവുന്ന സമയത്ത് വല്ല ഒരുത്തനും 10 പ്രാവശ്യം പറഞ്ഞാൽ കുതിബ ലഹു, അവനിക്ക് അല്ലാഹു എഴുതപ്പെടും, ബിഹാ, ഈ ദിക്റിനെ ഉച്ചരിച്ചതിന്റെ പ്രതിഫലമായി കൊണ്ട് അവനിക്ക് അല്ലാഹു എഴുതപ്പെടുന്നതെന്താ, മിഅത്തു ഹസനത്ത്, 100 പ്രതിഫലത്തിന് എഴുതപ്പെടും. വമുഹിയ അൻഹു, അവനെ തൊട്ട് മായ്ച്ചു കളയപ്പെടും, ബിഹാ, ഈ ദിക്ർ ചൊല്ലിയതിന്റെ കാരണത്താൽ അവനിൽ നിന്ന് മായ്ച്ചു കളയപ്പെടും, മിഅത്തു സയ്യിഅത്തിൻ, എത്രയാണ്, 100 സയ്യിഅത്തിനെ അല്ലാഹു മായ്ച്ചു കളയുകയും 100 ഹസനാത്തുകളെ, നന്മകളെ അല്ലാഹു എഴുതപ്പെടുകയും ചെയ്യുന്നു. വകാനത്ത് ലഹു അദ്ലു റഖബത്തിൻ, മാത്രമല്ല വകാനത്ത് ലഹു അദ്ലു റഖബത്തിൻ, അവനിക്ക് ഒരു അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലവും അവനിക്ക് അല്ലാഹു കൊടുക്കുന്നു. അത് മാത്രമല്ല, അവനൊരു ദിവസം ഈ ദിക്ർ ചൊല്ലിയാൽ ആ ദിവസം അല്ലാഹു അവനെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഹത്താ യുംസിയ, നേരം പുലർച്ചയാവുന്ന സമയത്ത് ഈ ദിക്റിനെ ചൊല്ലിയാൽ അവൻ വൈകുന്നേരം വരെ അല്ലാഹു അവനെ സംരക്ഷിക്കപ്പെടുന്നു. വമൻ ഖാലഹ, ഈ പറഞ്ഞ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ, മിസ്ലു ദാലിക, ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ചൊല്ലിയാൽ, ഹീന യുംസി, നേരം വൈകുന്നേരമാണ് ചെല്ലുന്നതെങ്കിൽ, നമ്മൾ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നത് പോലെ രാത്രിയാണ് ചെല്ലുന്നതെങ്കിൽ, കാന ലഹു മിസ്ലു ദാലിക എന്ന് പറഞ്ഞാൽ നേരം പുലരുന്നത് വരെ അവനെ അല്ലാഹു കാക്കപ്പെടുമെന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ഈ ദിക്റിന്റെ മഹത്വം വളരെ ശ്രേഷ്ഠമായ ഒരു ദിക്റാണ്. ആയതുകൊണ്ട് ഹദ്ദാദ് റാത്തീബിന്റെ ഫസ്റ്റിലെ ദിക്റാണ്. രണ്ടാമത്തെ ദിക്റാണ് ഇത്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ദിക്റിനെ കുറിച്ച് പറഞ്ഞതെന്നറിയോ, عن أبي هريرة رضي الله عنه قال النبي صلى الله عليه وسلم, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, لأن أقول سبحان الله والحمد لله ولا إله إلا الله والله أكبر എന്ന ദിക്റിന് ഞാൻ പറയുക എന്നുള്ളത്, അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസു, സൂര്യൻ ഉദിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമുണ്ടോ ആ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ദിക്റിനെ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ആ ദിക്റിനെ ഒരു പ്രാവശ്യം പറയലാണ്. സൂര്യൻ ഉദിക്കുന്ന ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഈ ലോകം മുഴുവൻ ഉള്ളതിനേക്കാൾ, ലോകത്തിനേക്കാൾ ഏറ്റവും ഇഷ്ടം എനിക്ക് ഈ ദിക്റിനെ പറയലാണ് എന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ഇനിയും ഒരുപാട് മറ്റുള്ള ദിക്റുകളൊക്കെ പറയാനുണ്ട്. അതേപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം മൂന്നാമത്തെ ദിക്റാണ്. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു പറയുകയാണ്, കലിമത്താൻ ഖഫീഫത്താൻ, നല്ലോണം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണത്, നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കേണ്ടുന്ന വിഷയമാണ്.
അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കലിമത്താനി ഖഫീഫത്താനി, ഒരു രണ്ട് കലിമത്തുണ്ടെന്റെ സഹാബത്തെ, ആ കലിമത്താണെങ്കിലോ ഖഫീഫത്താനിയാണ്, പറ്റ ചെറിയ വളരെ നിസാരമായ രണ്ട് കലിമത്താണ്. അലൽ ലിസാൻ, നാവുകൊണ്ട് മൊഴിയുന്ന കലിമത്തുകള്, നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സംസാരങ്ങള്, ഒരുപാട് സംസാരങ്ങളുണ്ടല്ലോ, ആ സംസാരങ്ങളിലേക്കാളൊക്കെ ഏറ്റവും ചെറിയ രണ്ട് കലിമത്തുണ്ട്. ആ കലിമത്താണെങ്കിൽ നാവിന് അത് ഉച്ചരിക്കാൻ വളരെ പ്രയാസമില്ലാത്ത, തീരെ പ്രയാസമില്ലാത്ത രണ്ട് കലിമത്ത് മാത്രമാണോ? ثقيلتان في الميزان. മീസാൻ എന്ന് പറയുന്ന തുലാസിൽ കനം തൂങ്ങുന്ന രണ്ട് കലിമത്ത് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് നിർത്തിയിട്ടില്ല. ഹബീബത്താൻ ഇലർ റഹ്മാൻ, ഹബീബത്താൻ ഇലർ റഹ്മാൻ, അല്ലാഹുവിന്റെ അടുക്കല്, റഹ്മാനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ അടുക്കല് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹബീബത്താനി എന്ന് പറഞ്ഞാൽ വളരെ ഹബ്ബുള്ള, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കലിമത്തുകൾ. ആ കലിമത്ത് ഏതാണെന്നറിയോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഹദ്ദാദ് റാത്തീബിലെ മൂന്നാമത്തെ ദിക്ർ. ربنا اغفر لنا وتب علينا انك انت التواب الرحيم. ആ ദിക്ർ ഹദ്ദാദിലെ നാലാമത്തെ ദിക്റാണ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അവിടുന്ന് പറഞ്ഞു, കുന്ന നഅതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മജ്ലിസിൽ വാഹിദ് 100 മറത്തിൻ റബ്ബി ഇഗ്ഫിർ ലീ വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരു മജ്ലിസിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റസൂലുകൾ ദിക്ർ ഇങ്ങനെ ചെല്ലുന്നുണ്ട്. ആ ദിക്ർ ഞങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. ആ ചെല്ലിയ ദിക്ർ അതിങ്ങനെ ഞങ്ങൾ എണ്ണിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഞങ്ങൾ 100 പ്രാവശ്യം ആ ദിക്ർ എണ്ണിയിട്ടുണ്ട്. ഏതാണ് ആ ദിക്ർ? റബ്ബി ഇഗ്ഫിർ ലീ വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അത് നമ്മൾ ഹദ്ദാദ് പാരായണം നടത്തേണ്ട റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുന്നു അല്ലെ. ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ. വതുബ് അലയ്ന, ഞങ്ങൾക്ക് തൗബ നൽകണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ റഹ്മാൻ, നീ റഹീമാണ്, നീ കരുണയുള്ളവനാണ്, നീ തവ്വാബാണ്, നീ തൗബ സ്വീകരിക്കുന്നവനാണ്. ആയതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളുടെ തൗബ സ്വീകരിക്കുകയും ചെയ്യണമേ എന്ന് അല്ലേ. നമ്മൾ ഹദ്ദാദ് പാരായണത്തിൽ നമ്മൾ എന്ന് കൂട്ടി പറയും, ഞങ്ങൾ എന്ന് കൂട്ടി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന, അതല്ലെങ്കിൽ ചൊല്ലിയിരുന്ന ദിക്റാണ് ഇത് എന്ന് മഹാനായ ഇബ്നു ഉമർ. പിന്നെ എവിടെ ഈ ചെങ്ങായിമാരതിൽ ചെറുക്കുണ്ടെന്നൊക്കെ പറയുന്നു. ഹദ്ദാദ് റാത്തീബ് ഓതാൻ പാടില്ല, അത് ഓതുന്നത് തെറ്റാണെന്നൊക്കെ ഈ ചെങ്ങായിമാരിത് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടാണെന്നുള്ളത് എനിക്ക് പ്രത്യേകിക്കാം. അഞ്ചാമത്തെ ദിക്ർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. ഹദ്ദാദ് റാത്തീബിലെ ദിക്റാണ് അഞ്ചാമത്തത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലുള്ള സ്വലാത്താണ്. ഇന്നല്ലാഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്വലാത്ത് എന്നുള്ള വിഷയത്തിൽ ഒരുപാട് വിശദീകരിച്ച് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിനെ പറ്റി പറഞ്ഞ ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്തിന്റെ അതേ രൂപത്തിലുള്ള വേറൊരു ആയത്ത് ഖുർആനിൽ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാഹു ഇറക്കിയ ഈ ആയത്ത് അതില് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും സകാത്ത് കൊടുക്കാനും ഹജ്ജ് ചെയ്യാനൊക്കെ കൽപ്പിച്ചുവെങ്കിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എനിക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അല്ലാഹു അവരുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറഞ്ഞു. പക്ഷേ ഞാനും എന്റെ മലായികത്വം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്, ഞാനും എന്റെ മലായികത്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ആയതുകൊണ്ട് നിങ്ങളും ചെയ്യണേ എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മാത്രമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അല്ലാഹു ഞാനും എന്റെ മലായികത്തുകളും ചെയ്യുന്നുണ്ട്, ആയതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ നിങ്ങളും ചെയ്യണേ എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ്. അതിൽ ഒരുപാട് ഹദീസുകളും ഒരുപാട് വിശദീകരണമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലൊക്കെ ഓർമ്മയിൽ വെക്കുക. നാളെ നമുക്ക് ബാക്കി സ്വലാത്തിന്റെ അവിടെ അങ്ങോട്ട് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അത് ഹദ്ദാദ് റാത്തീബിലെ 5-ാമത്തെ ദിക്ർ. ആ 5-ാമത്തെ ദിക്റിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി കൂടി പറഞ്ഞ് നമുക്ക് നാളെ തന്നെ ഉപസംഹരിക്കാം. ഒരുപാട് ദിക്റുകൾ വേറെയും പറയാനുണ്ട്. അതേപോലെ ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ വളരെ ശ്രേഷ്ഠമായതാണ്. അതേപോലെ തന്നെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ, അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റുകളിൽപ്പെട്ടതാണ്. അപ്പോ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുമ്പോൾ നമുക്കതുകൊണ്ട് ഒരുപാട് പുണ്യങ്ങൾ കരഗതമാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ വജബത് ലഹുൽ ജന്ന എന്നാണ്. അവനിക്ക് അങ്ങനെ ആ ദിക്റാണ് അവനൊരു പ്രാവശ്യം പറഞ്ഞാൽ അവനക്ക് സ്വർഗം തന്നെ നിർബന്ധമായി. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. സമയം ഒരുപാടായി, 12:30 മണിയായി. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഇതിന്റെ ബാക്കി ഭാഗവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും എന്ന പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ വരാം എന്ന ഉദ്ദേശത്തോടുകൂടെ എല്ലാവരും ഈ സാധുവായ എന്നെയും എന്റെ കുടുംബത്തിനെയും നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ ഉൾപ്പെടുത്തണമേ എന്ന് വിനീതമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ അല്ലാഹു അവന്റെ അടുക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മൾ നിന്നും സ്വീകരിക്കുമാറാവട്ടെ.